ഇപ്പൊ എമ്പുരാന്റെ സ്ക്രിപ്റ്റ്, എമ്പുരാന്റെ വിഷയം എനിക്കറിയാവുന്നതുകൊണ്ട് എനിക്കറിയാം കുറച്ചുകൂടെ ഗൗരവമുള്ളൊരു സിനിമയായിരിക്കും. കുറച്ചുകൂടെ ലൂസിഫറിനേക്കാൾ കുറച്ചുകൂടെ ഗൗരവമാർന്ന വിഷയങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു സിനിമയായിരിക്കും. തുടക്കം മുതൽ ഓക്കെ നമുക്കൊരു ബ്ലോക്ക് ബസ്റ്റർ ഉണ്ടാക്കാം, അതൊരു ഒരുപാട് ആൾക്കാർ നമ്മൾ ലെറ്റ്സ് ട്രൈ ആൻഡ് മേക്ക് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സക്സസ് സ്റ്റോറീസ് ഓഫ് മലയാളം. അത് തന്നെയായിരുന്നു നമ്മൾ ഫസ്റ്റ് ആ പ്രോജക്ടിന്റെ ഡിസ്കഷൻ മുതൽ നമ്മൾ വേറെ ഒന്നും അറ്റംപ്റ്റ് ചെയ്തിട്ട് പോലുമില്ല. ഞാൻ അതിനകത്തെ ഷോർട്ട് മേക്കിങ്ങും അതിന്റെ ഡിസൈനും അതിന്റെ കൺസെപ്ഷനും എല്ലാം തിയേറ്ററിൽ റിയാക്ഷൻ, തിയേറ്ററിൽ കാണുന്ന ആൾക്കുള്ളിൽ ഉണ്ടാകുന്ന ഒരു സാധനം, ഒരു മൊമെന്റ് ഓഫ് ഹൈ, അതിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് ഞാൻ ആ സിനിമ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, എവറി ഷോട്ട് ദ ക്യാമറ മൂവിങ്, ദി ആംഗിൾ. ഇപ്പോ തന്റെ തന്ത അല്ല എന്റെ തന്ത എന്ന് പറയുമ്പോൾ അഡാപ്റ്റർ ലാലേട്ടന്റെ കണ്ണിന്റെ മുകളിൽ കൊണ്ട് വെക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു നാച്ചുറൽ പ്രോഗ്രഷനിലുള്ള ഷോട്ട് മേക്കിംഗ് ഒന്നും അല്ല അത് നമ്മൾ ആ മൊമെന്റിനെ എൻഹാൻസ് ചെയ്ത് അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. മുണ്ടുമടക്കുന്ന മോഹൻലാൽ, അതെ അതെ ലാലേട്ടൻ മുണ്ടുമടക്കുന്നതിൽ 8 ഷോട്ട് എടുക്കേണ്ട കാര്യമൊന്നും ഒരു സാധാരണ നറേഷനിൽ വരുന്നില്ലല്ലോ. പക്ഷെ നമ്മൾ ആ സിനിമയുടെ സ്വഭാവം അതാണ്. മൈ എയിം വിത്ത് എമ്പുരാൻ ഇസ് അഗൈൻ ടു മേക്ക് എ ബ്ലോക്ക് ബസ്റ്റർ. അതായത് ഒരുപാട് ദിവസം തിയേറ്ററുകളിൽ ഓടി ആൾക്കാർ ഭയങ്കരമായിട്ട് ഹാപ്പി വന്നൊരു സിനിമ ഉണ്ടാക്കാൻ തന്നെയാണ് എന്റെ ശ്രമം. എന്നെ കൊണ്ട് അതിന് സാധിക്കുമെന്ന് എനിക്കറിയില്ല, അതാണ് ശ്രമം.